കണ്ണൂർ സീറ്റിനായുള്ള കെ സുധാകരന്റെ കലാപത്തിൽ കോൺഗ്രസ് ആടി ഉലയുന്നു. കണ്ണൂർ സീറ്റ് തന്നില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലാകെ പ്രതിഫലിക്കുമെന്ന നേതൃത്വത്തോട് ഭീഷണി മുഴക്കിയിട്ടാണ് സുധാകരൻ ഇന്ന് ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. ശേഷം കണ്ണൂർ തന്റെ ഹൃദയരക്തം ഇറ്റി വീണ മണ്ണാണെന്നും ആരൊക്കെ മറന്നാലും താനത് മറക്കില്ലെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ എഴുതി. അണികളും അതിവൈകാരിക പ്രതികരണങ്ങളുമായി എത്തിത്തുടങ്ങിയതോടെ യുദ്ധ കാഹളം മുഴക്കിയ സുധാകരനെ അനുനയിപ്പിക്കാൻ അടിയന്തര നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ KPCC നേതൃത്വം. എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന AICCയുടെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും നീക്കത്തിനെതിരെ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു കെ സുധാകരൻ. എന്ത് സംഭവിച്ചാലും മത്സരിക്കുമെന്ന് ദേശീയ നേതൃത്വത്തോട് സുധാകരന്റെ തുറന്ന പ്രഖ്യാപനം. അനുനയ നീക്കങ്ങൾ അതിദ്രുതം തുടങ്ങിയെങ്കിലും കെ സുധാകരന്റെ പേര് ഒഴിവാക്കിയ പട്ടികയാണ് KPCC നേതൃത്വം സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് നൽകിയത്. ഇതോടെ കോൺഗ്രസിലെ കലാപം ഉച്ചസ്ഥായിലേക്ക് തന്നെ എന്നുറപ്പായി. മത്സരിക്കുന്ന കാര്യം 110% ഉറപ്പ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സുധാകരൻ ഡൽഹിക്ക് തിരിച്ചത്. പിന്നാലെ സ്വന്തമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അത്തരക്കാരെ നേതൃത്വം ശാസിക്കുമെന്നും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുന്നറിയിപ്പ് നൽകി. പക്ഷേ സുധാകരൻ ഒരിഞ്ച് പിന്നോട്ട് പോയില്ല. ആര് മത്സരിച്ചാലും ഇല്ലെങ്കിലും കണ്ണൂരിൽ താൻ തന്നെയെന്ന് കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചു. ക്ഷുഭിതനായി നാട്ടിലേക്ക് മടങ്ങി. ശേഷം ഫേസ്ബുക്കിൽ അതിവൈകാരിക കുറിപ്പ്: കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയരക്തമാണ്. ആ രക്തം ഇറ്റുവീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിനു വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. പിന്നാലെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ കോൺഗ്രസിൽ പതിവായി കണ്ടു പരിചയിച്ച രംഗങ്ങളുടെ തനിയാവർത്തനം. സുധാകരന്റെ വീട്ടിലേക്ക് അണികളുടെ പ്രവാഹം, വൈകാരിക ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ. യഥാർത്ഥ പ്രവർത്തകന്മാരുടെ വികാരം അദ്ദേഹത്തിന്റെ വികാരമാണ്. ആ വികാരത്തിന്റെ പരം കണ്ണൂർ ജില്ലയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാർ ഉണ്ടാകുമെന്നാണ് എന്നെ പോലുള്ളവർക്ക് പറയാനുള്ളത്. സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ വാക്ക് പാർട്ടിയുടേതെന്ന് മുതിർന്ന നേതാവ് ബെന്നി ബെഹനാൻ രാവിലെ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. വ്യക്തിപരമായി തീരുമാനമെടുക്കാനുള്ള അധികാരം എംപിമാർക്കുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് വരുമെന്ന ആ ഘട്ടത്തിലുണ്ടായ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞു, എം പി എന്ന നിലയിൽ ഞാൻ മത്സരരംഗത്തേക്കില്ല എന്ന് പോലും. അതെൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. മറ്റ് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്. റിജുൽ മാക്കുറ്റി അടക്കം നേതാക്കളും സുധാകരന് പിന്തുണയുമായി ഓടിയെത്തി. കെ സുധാകരൻ അദ്ദേഹം എന്ത് ആഗ്രഹിക്കുന്നു അത് നടക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാ ഞങ്ങളെ കണ്ണൂരിലെ കോൺഗ്രസ്. അതിന് സംശയം? അദ്ദേഹത്തെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം കണ്ണൂരിലെ പാർട്ടി ഉണ്ടാക്കിയ നേതാവാണ്. അദ്ദേഹമാണ് ഈ പാർട്ടി ഈ രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിച്ചു. അത്ര വൈകാരികതയുണ്ട്. ഞങ്ങളാരും അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യം. അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ആക്കിയത്. കണ്ണൂർ തിരിച്ചുപിടിക്കാൻ കെ സുധാകരൻ തന്നെ വേണമെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ ശ്രീജ മഠത്തിൽ. അണികൾ ജില്ലയിലുടനീളം സുധാകരന് അനുകൂലമായി പോസ്റ്റർ പ്രചാരണവും തുടങ്ങി. അപകടം മണത്തതോടെ സുധാകരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ തിരക്കിട്ട നീക്കം. സുധാകരനെ ചെന്നിത്തല ഫോണിൽ വിളിച്ചു. അനുനയ സന്ദേശവുമായി KPCC പ്രസിഡന്റ് ദൂതനെ അയച്ചു. ഇതൊന്നും ഫലം കാണാതായതോടെ AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിടപെടാനാണ് ഇപ്പോൾ തീരുമാനം. തിങ്കളാഴ്ച സുധാകരനെ ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തി രാഹുൽ ചർച്ച നടത്തിയേക്കും. ഏതായാലും സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ നിലവിലുള്ള പട്ടികയിൽ കെ സുധാകരനില്ല. സുധാകരന്റെ ഉറ്റ അനുയായി റിജുൽ മാക്കുറ്റി അടക്കം പട്ടികയിൽ ഉണ്ട് താനും. സംസ്ഥാന നേതൃത്വമാകട്ടെ AICC നേതൃത്വം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കട്ടെ, നമ്മളിതിലില്ല എന്ന നിലപാടിലും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.